റെസല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് എഴുതിക്കുക. റെസല്യൂഷൻ ഓഫ് വിട്ടുപോയത് റെസല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. അതെന്താന്ന് എഴുതിയോ? ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് one vector into two or more vectors is called resolution. And the vectors so obtained are known as the components of original vector. അതായത് the process of breaking one vector into two or more vectors is called resolution of vector. The vectors so obtained are known as component of original vector. ഞാൻ ഒരു എക്സാമ്പിൾ വൃത്തിക്ക് പറഞ്ഞു തരാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. ഓക്കെ, നമ്മൾ ഇത് നിങ്ങൾ വരയ്ക്കൊന്നും വേണം, നിങ്ങൾക്ക് മനസ്സിലായി വേണം. സൈഡിലോട്ട് എവിടെയെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടാൽ മതി. എവിടാ? നിങ്ങൾ ഒരു ട്രോളി തള്ളുകയാണ്. നിങ്ങളൊരു ട്രോളി തള്ളുകയാണ്. ട്രോളി നിങ്ങൾ വലിക്കുകയാണ് അല്ലേ? ഇങ്ങനെയല്ലേ ട്രോളി ഇരിക്കുക? ഇവിടെ ഒരു ടയറുണ്ട് ആണല്ലോ. ഈ ട്രോളിയിൽ നിങ്ങൾ ഇപ്പം നമ്മുടെ മെൽവിൻ ഗൾഫിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഗൾഫിലൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് അല്ല യൂറോപ്പിലോ എവിടെയെങ്കിലും പോയിട്ട് നാട്ടിലോട്ട് വരും. ഓക്കെ, അപ്പം മെൽവിൻ ഒരു വലിയ ട്രോളി ബാഗ് കൊണ്ടാണ് വരുന്നത്. ഓക്കെ, മെൽവിനോട് വലിയ ട്രോളി ബാഗ് കൊണ്ടാണ് വരുന്നത്. ഇതാണ് നമ്മുടെ മെൽവിൻ. ഓക്കെ ആണല്ലോ. മെൽവിൻ ഇങ്ങനെ നടന്ന് ഇങ്ങോട്ടേക്ക് പോവാണ്. ഓക്കെ, അപ്പം ബാഗിൽ മെൽവിൻ ഏത് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് കൊടുക്കുന്നത്? ഈ ഡയറക്ഷനിലാണോ ഫോഴ്സ് കൊടുക്കുന്നത്? ഈ ഡയറക്ഷനിലാണോ ഫോഴ്സ് കൊടുക്കുന്നത്? ഈ ഡയറക്ഷനിലാണോ ഫോഴ്സ് കൊടുക്കുന്നത്? അതായത് ഞാൻ ഈ മൂന്നാമത് വരച്ച ഈ ഡയറക്ഷനിലാണല്ലോ ഫോഴ്സ് കൊടുക്കുന്നത്. അതായത് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് മെൽവിൻ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇതാണ് ആണല്ലോ. ഫോഴ്സ് ഒരു വെക്ടർ ആണ്, അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മുകളിൽ വരയിട്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. പക്ഷേ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതെങ്ങനെയാ മൂവ് ചെയ്യുന്നത്? ഇപ്പോൾ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ പൊങ്ങിപ്പോവാണോ, അതോ ഇങ്ങനെ പൊങ്ങിപ്പോവാണോ, അതോ ഇങ്ങനെയാണോ പോകുന്നത്? എങ്ങനെയാ പോകുന്നത്? ഇങ്ങനെയാണ്. ഓക്കെ. അതായത് ഇപ്പം ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാന്നുള്ള കാര്യം മനസ്സിലായി. അതായത് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ നിന്ന് തന്നെ ഇങ്ങോട്ടേക്കാന്നുള്ള കാര്യം മനസ്സിലായി. ഇങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനകത്ത് work is said to be done if force applied on a body produce displacement in the direction of force. ശരിയല്ലേ? അതായത് നമ്മൾ ഒരു ബോഡിയിൽ വർക്ക് ഡൺ ചെയ്തു എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം. പക്ഷെ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ഫോഴ്സ് കൊടുത്തത്, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത് ഇങ്ങനെയാണ്. അതിനർത്ഥം എന്താണെന്നറിയാമോ? ശരിക്കും ഈ ഡയറക്ഷനിലോട്ടും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അത് ആ ഡയറക്ഷനിൽ പോയത്. അപ്പൊ ചോദിക്കും, അത് ഏത് ഫോഴ്സ് ആണ് അത് അങ്ങനെ ആക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കൊരു സംശയം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ചോണം, ഈ ഫോഴ്സിന് രണ്ട് കമ്പോണന്റ് ഉണ്ടായിരിക്കും. ഒരു കമ്പോണന്റ് ഈ ഡയറക്ഷനിലോട്ടും ഒരു കമ്പോണന്റ് ഈ ഡയറക്ഷനിലോട്ടും ആക്ട് ചെയ്യും. ഇവിടെ ഇതും ഈ ഡിസ്പ്ലേസ്മെന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തീറ്റയോട് അടുത്ത് കിടക്കുന്ന കമ്പോണന്റ് ആയിരിക്കും കോസ് കമ്പോണന്റ് എന്ന് പറയാം. അതായത് അതിനെ നമ്മൾ എഫ് കോസ് തീറ്റ എന്ന് പറയും. തീറ്റയോട് അപ്പുറത്ത് കിടക്കുന്ന ഈ ഫോഴ്സിന്റെ കമ്പോണന്റിനെ നമ്മൾ എന്തെന്ന് പറയും? എഫ് സൈൻ തീറ്റ എന്ന് പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു വെക്ടറും സ്ലാൻഡിങ് രീതിയിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് രണ്ട് കമ്പോണന്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. അതായത് വെയിറ്റ് ഈ ഡയറക്ഷൻ, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ ആക്റ്റീവ് ആണെന്ന് വിചാരിച്ചു. ഈ ഡയറക്ഷനിൽ വെയിറ്റ് ആക്റ്റീവ് ആണെങ്കിൽ ഈ വെയിറ്റ് ഇത് സ്ലാൻഡിങ് രീതിയിലല്ലേ? ആണോ? ആണ്. അപ്പൊ ഇതിനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം.
ഈ ഡയറക്ഷനിലും ഇതിനൊരു കമ്പോണന്റ് ഉണ്ടായിരിക്കും, ഈ ഡയറക്ഷനിലും ഇതിനൊരു കമ്പോണന്റ് ഉണ്ടായിരിക്കും. അപ്പം ഇതിനകത്ത് ഒരെണ്ണം സൈൻ കമ്പോണന്റ്, ഒരെണ്ണം കോസ് കമ്പോണന്റും ആയിരിക്കും. അത് തീരുമാനിക്കുന്നത് അവിടുത്തെ തീറ്റയാണ്. ഇപ്പൊ ഇതാണ് നിങ്ങൾ തീറ്റ ആയിട്ട് എടുക്കുന്നെങ്കിൽ ഈ കമ്പോണന്റ് ആയിരിക്കും W കോസ് തീറ്റ എന്ന് പറയും. ഇതാണ് നിങ്ങൾ തീറ്റ ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ അപ്പൊ ഇപ്പൊ ഇതെന്താ, ഇത് W സൈൻ തീറ്റയാണ്. ഇനി ഇതാണ് നിങ്ങൾ തീറ്റ ആയിട്ട് എടുക്കുന്നതെങ്കിലോ, ഇത് W കോസ് തീറ്റ, ഇത് W സൈൻ തീറ്റ. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഈ W എന്ന് പറയുന്ന വെക്ടർ സ്ലാൻഡിങ് രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. ഏതൊരു വെക്ടറും സ്ലാൻഡിങ് രീതിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് രണ്ട് ഡയറക്ഷനിലോട്ടും അതിനെന്തുണ്ടാവും, കമ്പോണൻസ് കാണും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിസൊല്യൂഷൻ ഓഫ് വെക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ ഈ പെട്ടിയുടെ എക്സാമ്പിൾ പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ അല്ലേ? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോഴ്സ് ഇങ്ങനെയാണ് പോകുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി, ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ട് ഉണ്ടാവണമെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കണം. പക്ഷെ നമുക്ക് ഇവിടെ വെച്ചിട്ട് മനസ്സിലാകുന്നില്ല, നമ്മൾ കൊടുത്ത ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്പൊ അത് ബുദ്ധിയുള്ള ആൾക്കാർ, പണ്ടുള്ള സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ച് എന്താ, ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുത്തപ്പോഴും ഇങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നതെങ്കിൽ എന്താ, ഇങ്ങോട്ടും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിന് രണ്ട് കമ്പോണൻസ് ഉണ്ടെന്നും, ഒരു കമ്പോണന്റ് ഈ ഡയറക്ഷനിലും ഒരു കമ്പോണന്റ് ഈ ഡയറക്ഷനിലോട്ടും ആയിരിക്കും ആക്ട്. അതിൽ ഈ കമ്പോണന്റിൽ ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ, അല്ലെങ്കിൽ ഈ കമ്പോണന്റ് മൂലമായിരിക്കും എന്ത്, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്. അല്ലാതെ ഈ നമ്മൾ കൊടുക്കുന്ന ഡയറക്റ്റ് ഫോഴ്സ് വെച്ചിട്ടല്ല ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുന്നത്. അതിന്റെ കമ്പോണന്റ് ആയിട്ടുള്ള എഫ് കോസ് തീറ്റ എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? ഇത് വേണമെങ്കിൽ റഫായിട്ടൊന്ന് വരച്ചിട്ടു. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഈ കോസ് കമ്പോണന്റും സൈൻ കമ്പോണന്റും വന്നതെന്നുള്ളത് ഇതിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്, ഇതിപ്പോ നമ്മൾ റഫായിട്ടല്ലേ വരച്ചത് അല്ലേ? ഇനി നമ്മൾ ഇതിന്റെ കൃത്യമായിട്ടുള്ള ട്രയാങ്കിൾസ് കൺസെപ്റ്റ് വരയ്ക്കാൻ പോവാണ്. നോക്കിക്കോളൂ, നമ്മൾ ഒരു എ എന്ന് പറയുന്ന വെക്ടർ ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു, സ്ലാൻഡിങ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ഒരു കമ്പോണന്റ് എന്തായാലും ഏത് ഡയറക്ഷനിൽ കാണും? ഈ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റും അതേപോലെ ഈ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് കാണും. ആണല്ലോ? ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എ എക്സ് എന്നും ഇതിനെ നമ്മൾ എ വൈ എന്നും വിളിക്കുന്നു. കാരണം എക്സ് ആക്സിസിലുള്ള കമ്പോണന്റിനെ എ എക്സ് എന്നും വൈ ആക്സിസിലുള്ള കമ്പോണന്റ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? എ വൈ എന്നും വിളിക്കുന്നു. ഓക്കെ, ഞാൻ ഇവിടെ ഇത്രയും കട്ട് ഓഫ് കൊടുക്കുവാണ്, ഇവിടുന്ന് ഇവിടം വരെ ഒരു കട്ട് ഓഫ് കൊടുക്കുകയാണ്. അതാണ് എ വൈ ആയിട്ട് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തു, ഇവിടുന്ന് ഇവിടം വരെ കണ്ടോ, ഇവിടുന്ന് ഇവിടം വരെ വേറൊരു കട്ട് ഓഫ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇത് എ എക്സ് എന്ന് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇതിനെ തീറ്റ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കോസ് തീറ്റ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ അഡ്ജസന്റ് സൈഡ്, തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ എ എക്സ് അല്ലേ? എ എക്സ് ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? ഹൈപ്പോട്ടന്യൂസ് എന്താ? എ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എ എക്സ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതാം? എ കോസ് തീറ്റ എന്ന് എഴുതാം. അങ്ങനെയാണ് ഈ എയുടെ കോസ് കമ്പോണന്റ് കണ്ടോ. അപ്പൊ എ എക്സിന് പകരം നമുക്ക് എന്താ? എ കോസ് തീറ്റ എന്ന് എഴുതാം. എഫ് ആണെങ്കിൽ എഫ് കോസ് തീറ്റ എന്ന് എഴുതാം. മനസ്സിലായോ? അതേപോലെ തന്നെ നമ്മൾ ഇവിടത്തെ ഇതിനകത്തുനിന്ന് നമ്മൾ സൈൻ കമ്പോണന്റ് കണ്ടുപിടിക്കാൻ പോകും. നോക്കിയോ, സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ പോവാം. നോക്കിക്കോണം, സൈൻ തീറ്റ ഇസിക്കൽ എന്താ? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പം ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതല്ലേ അല്ലേ? ഇത് തന്നെയല്ലേ?
ഓക്കെ, നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ്. ശരിക്കും ഇത് തന്നെയാണ് ഇതും അല്ലേ? അപ്പൊ നമുക്ക് AY ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ A അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ A sin theta is equal to എന്ന് എഴുതാം AY. അതിനർത്ഥം എന്താ? രണ്ട് AY എന്ന് പറഞ്ഞാൽ എന്താ? A sin theta ആണെന്നല്ലേ? ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ രണ്ട് കമ്പോണന്റ് നമ്മൾ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. Therefore two rectangular components of vector A is A sin theta and A cos theta. എഴുതിയെടുക്കും. ഇതിന്റെ ബാക്കിയാ. പിന്നെ എന്താ ഹെഡിങ് അവിടെ? ഇത് കഴിഞ്ഞിട്ട് പ്രൊജക്ടൈൽ മോഷൻ എഴുതി. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3, 4, 5 സ്റ്റാർ ഇട്ടേക്കണം. അത്ര ഇമ്പോർട്ടന്റ് ആണ് പ്രൊജക്ടൈൽ മോഷൻ കേട്ടോ. അതിനകത്ത് ഉറപ്പായിട്ട് ചോദ്യം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഓൺലൈൻ ഇരിക്കുന്നവർക്ക് എഴുതിയില്ലെങ്കിൽ എന്നോട് പറയാ. അടുത്ത ഹെഡിങ് എഴുതിക്കോ, പ്രൊജക്ടൈൽ മോഷൻ. അടുത്ത ഹെഡിങ് പ്രൊജക്ടൈൽ മോഷൻ എഴുതിക്കോ. പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒരു ഇനിഷ്യൽ വെലോസിറ്റി കൊടുത്ത് എറിയുകയും പിന്നീട് അത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മാത്രം പോകുകയാണെങ്കിൽ അതിനെ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയും. അതിന്റെ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാരബോളിക് പാത്തിലായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അത് നമ്മൾ ഇങ്ങനെയായിരുന്നു. ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ആ മോഷൻ തന്നെ ഇങ്ങനെയായിരിക്കും. പ്രൊജക്ടൈൽ മോഷൻ കണ്ടോ, ഇങ്ങനെ വരും, ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്കൊരു ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾ ആലോചിച്ചോണം, ഞാൻ ഇവിടെ നിന്നാണ് ഇത് എറിയുന്നത്, ശരിയല്ലേ? ഇവിടെ നിന്നെറിയുമ്പോൾ നമ്മൾ ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഏത് ഡയറക്ഷനിലായിരിക്കും കൊടുക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നമ്മൾ കൊടുക്കുന്ന വെലോസിറ്റിയുടെ ഡയറക്ഷൻ തന്നെ ഇങ്ങനെയായിരിക്കും. ആണോ? ആണ്. അത് ഇനീഷ്യൽ വെലോസിറ്റി, അതുകൊണ്ട് അതിനെ നമ്മൾ യു എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് സ്ലാൻഡിങ്, യു ഒരു വെക്ടർ അല്ലേ, വെലോസിറ്റി ഒരു വെക്ടർ അല്ലേ? ഇത് സ്ലാൻഡിങ് ഡയറക്ഷനിലല്ലേ ആക്ട് ചെയ്യുന്നത്? ഒരു വെക്ടർ സ്ലാൻഡിങ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് കമ്പോണന്റ്, എത്ര കമ്പോണന്റ് കാണും? 2 കമ്പോണന്റ് കാണും. അതിലൊരു കമ്പോണന്റ് ഇതാണ്, ഒരു കമ്പോണന്റ് ഇതൊരു കമ്പോണന്റ്, ഇതൊരു കമ്പോണന്റ്. ഓക്കെ, ഇതിനെ നമ്മൾ, ഇതാണ് നമ്മൾ തീറ്റ ആയിട്ട് എടുക്കുന്നത്, ഗ്രൗണ്ടുമായിട്ട് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഗ്രൗണ്ട് ആണ്. ഇത് നമ്മുടെ ഗ്രൗണ്ട് ആണ്. ഇത് ശരിക്കും നമ്മുടെ ഗ്രൗണ്ട് ആണ്, ഗ്രൗണ്ട് ലെവലാണ്, അങ്ങനെ കരുതിയാൽ മതി. ഓക്കെ, ഇത് നമ്മുടെ ഗ്രൗണ്ട് ലെവലാണ്. ഓക്കെ,
അപ്പം ഈ ഗ്രൗണ്ടുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. ഓക്കെ, അപ്പം തീറ്റയോട് ചേർന്ന് കിടക്കുന്ന കമ്പോണന്റ് എന്താ? കോസ് കമ്പോണന്റ് ആണ് നമ്മൾ പഠിച്ചുള്ളൂ. അപ്പൊ യുവിന്റെ കോസ് കമ്പോണന്റ് വേണ്ടി ഇതും കോസ് തീറ്റ, ഇത് യുവിന്റെ സൈൻ കമ്പോണന്റ് യു സൈൻ തീറ്റയാണ്. മോളിലോട്ട് പോവാം. ഇപ്പൊ ഈ പോയിന്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മോളിലോട്ട് ഉള്ള കമ്പോണന്റിന്റെ ലെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇതേണ്ട, ഇപ്പൊ നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത് എന്താ? ഇവിടെ വരച്ചിരിക്കുന്നത് യു സൈൻ തീറ്റ. ഇതിന്റെ ലെങ്ത് എന്ത് ചെയ്യും? കണ്ടോ, ഇവിടെ വന്നപ്പോൾ കുറഞ്ഞു. ഇത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഏതാ? ഈ ഡയറക്ഷനിലോട്ടുള്ള കമ്പോണന്റ് എപ്പോഴും എത്രയായിരിക്കും? ഒരേപോലെ ആയിരിക്കും. അതായത് യു കോസ് തീറ്റ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. എവിടെ മുതൽ എവിടം വരെയാ? ഇത് പോകുന്നിടം മുതൽ ഇവിടം വരെ. കാരണം ഈ ഡയറക്ഷനാണ് എപ്പോഴും ഫോളോ ചെയ്യുന്നത്. മുകളിലത്തെ ഡയറക്ഷൻ എവിടം വരെ ഫോളോ ചെയ്യത്തുള്ളൂ? ഇതുകൊണ്ട് ഇവിടം വരെ ഫോളോ ചെയ്യത്തുള്ളൂ. പിന്നെ അത് താഴെ വരിക. അപ്പൊ മുകളിലോട്ടുള്ള കമ്പോണന്റ് എപ്പോഴും എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ കുറയും, ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ കുറയും. ഇത് കോൺസ്റ്റന്റ് ആണ്. അതായത് ഇവിടെ യു സൈൻ തീറ്റ ആണ് മുകളിലോട്ടുള്ളത്, ഇവിടെയും യു സൈൻ തീറ്റ ആണ്, ഇവിടെ എന്താ? യു കോസ് തീറ്റ ആണ്. എന്നാൽ ഈ പോയിന്റ് വരുമ്പോഴോ? ഈ പോയിന്റ് വരുമ്പോൾ അവിടത്തെ മുകളിലോട്ടുള്ള കമ്പോണന്റ് യു സൈൻ തീറ്റ ഇല്ല, സീറോയാണ്. ഇവിടെ യു സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സീറോ ആണ്, മാക്സിമം ഹൈറ്റില്. പക്ഷെ എന്നാൽ ഇതുണ്ട്, എന്താ? ഇതുണ്ട്, എന്താ? യു കോസ് തീറ്റ ഉണ്ട് അവിടെ, അല്ലേ? ഇനി നമ്മൾ അടുത്ത താഴോട്ട് വരുന്ന പോയിന്റ് നോക്കുമ്പോൾ ഈ യു സൈൻ തീറ്റ നേരെ താഴോട്ട് വരും. കണ്ടോ, കണ്ടോ, ഇത് യു സൈൻ തീറ്റ, ഇത് യു കോസ് തീറ്റ ആയിട്ട് മാറും. ഇത് യു സൈൻ തീറ്റയും ഇത് യു കോസ് തീറ്റയുമായിട്ട് മാറും. ഓക്കെ, താഴോട്ട് വരുമ്പോൾ സൈൻ കോമ്പോണന്റ് കൂടിക്കൊണ്ടിരിക്കും, വലുതായിക്കൊണ്ടിരിക്കും. യു സൈൻ തീറ്റ, യു സൈൻ തീറ്റ, ഇത് യു കോസ് തീറ്റ. കണ്ടോ, ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കി, ഇതിന്റെ ഇതേണ്ട ഈ ഒരു ലെവലിനെ നമ്മൾ വിളിക്കുന്നത്, ഇതേണ്ട കണ്ടോ, ഈ ഒരു ലെവലിനെ നമ്മൾ വിളിക്കുന്നത് മാക്സിമം വേർട്ടിക്കൽ ഹൈറ്റ് എന്നാണ് വിളിക്കുന്നത്. അതിനെ നമ്മൾ എച്ച് എന്ന് മാർക്ക് ചെയ്യും. അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷൻ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഇത് മാക്സിമം ദൂരം, ഇതേണ്ട ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഇതാണല്ലോ മാക്സിമം ഇതിന്റെ ദൂരം. അത് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ആർ എന്ന് വിളിക്കും. പിന്നെ ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് ഇവിടം വരെ വരാൻ എടുത്ത ടൈമിനെ നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയും. എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളൊന്ന് വരച്ച് പടം വരച്ച് മാർക്ക് ചെയ്തിട്ട് എഴുതിക്ക്. പെട്ടെന്ന് ആയിക്കോട്ടെ, ഫാസ്റ്റ് ആയിക്കോട്ടെ. ഇത് ഗ്രൗണ്ട് ആണ്, ഇത് ഗ്രൗണ്ട് ആണ്. പെട്ടെന്നായിക്കോട്ടെ, പെട്ടെന്നായിക്കോട്ടെ, ഫാസ്റ്റ് ഫാസ്റ്റ്. മനസ്സിലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചോദിക്കണേ. ഈ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ലെങ്ത് കുറച്ച് മുകളിലോട്ട് പോകുന്ന കമ്പോണന്റിന് ലെങ്ത് കുറച്ച് വരയ്ക്കണം. താഴോട്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ ലെങ്ത് കൂട്ടി വരയ്ക്കണം. പെട്ടെന്നാട്ടെ, എനിക്ക് 3 ഡെറിവേഷൻ ചെയ്യിപ്പിക്കാനുണ്ട്. പെട്ടെന്നാട്ടെ, ഫാസ്റ്റ്. സൂര്യഗായത്രി കഴിഞ്ഞോ? സൂര്യഗായത്രി, ജ്യോതിസ്, അനഘ, പാറോണ ഒക്കെ കഴിഞ്ഞോ? ആ, ഓക്കെ. പെട്ടെന്ന് വരയ്ക്കണേ. നമുക്ക് 3 ഡെറിവേഷൻ പഠിക്കാനുണ്ട്. ഇതിന്റെ നോട്ട്സ് എഴുതാനുണ്ട്. കഴിഞ്ഞു. ഓക്കെ. ഓക്കെ, നോക്കിക്കോളൂ. ഇനി ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. എ ബോഡി
thrown, a body thrown with some initial velocity, a body thrown with some initial velocity, and then allowed to move allowed to move under the influence under the influence of gravity alone is called projectile motion. ഒരു ഇനിഷ്യൽ വെലോസിറ്റി കൊടുത്ത് എറിയുകയും പിന്നീട് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മാത്രം മൂവ് ചെയ്യുന്നതും ആണ് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയാം. അടുത്ത ഡോട്ട്, the only force acting on the projectile is the force of gravity. Is the force of gravity. ഗ്രാവിറ്റി ആണ് ആകെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇനി ദ പാത്ത് ഓഫ് പ്രൊജക്ടൈൽ പോകുന്ന പാത്ത്, പ്രൊജക്ടൈൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ജാവലിനാണ് പ്രൊജക്ടൈൽ, അത് പോകുന്ന പാത്തിനെ നമ്മൾ ട്രാജക്ടറി എന്നാണ് പറയുന്നത്. ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ ആ പാത്തിന്റെ പേര് ട്രാജക്ടറി എന്നാണ്. ആ ട്രാജക്ടറി ഏത് ഷേപ്പാണ്? പാരബോളിക് ഷേപ്പാണ്. അത് ഓർത്തോണം, അത് ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്. ദ പാത്ത് ഓഫ് projectile is called trajectory, and it is a parabola. ഇനി the projectile motion is a combination of horizontal motion with constant velocity and vertical motion with constant acceleration അതായത് നമ്മൾ പറഞ്ഞിട്ടില്ലേ ഇതിന് രണ്ട് മോഷൻ. ഏതൊക്കെ മോഷൻ ഉണ്ട് ശരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഒരു പ്രൊജക്ടൈൽ മോഷൻ പോകുന്ന സമയത്ത് കണ്ട ഇങ്ങനെയാ പോകുന്നത്. ഇങ്ങനെ പോകുമ്പോൾ അതിന് ഈ ഡയറക്ഷനിൽ ഒരു മോഷൻ ഉണ്ട്, ഈ ഡയറക്ഷനിൽ ഒരു മോഷൻ ഉണ്ട്. ഈ മോഷനെ നമ്മൾ ഹൊറിസോണ്ടൽ മോഷൻ എന്നും ഈ മോഷനെ വെർട്ടിക്കൽ മോഷൻ എന്നും. ഈ മോഷൻ എപ്പോഴും കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും പോകുന്നത്. കാരണം യു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേപോലെ വരച്ചത്. എന്നാൽ മുകളിലോട്ടുള്ളത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആണോ? അല്ല, കോൺസ്റ്റന്റ് അല്ല. പക്ഷെ അത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആയി. മുകളിലോട്ട് പോകുമ്പോൾ എന്താ വെലോസിറ്റി കുറഞ്ഞു വരും. അപ്പൊ ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആയിരിക്കും പോകുന്നത്. താഴോട്ട് വരുമ്പോൾ വെലോസിറ്റി കൂടി വരും. അപ്പൊ എന്താ അത് കോൺസ്റ്റന്റ്, അത് കൂടുവാണെങ്കിൽ അത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആയിരിക്കും കൂടുന്നത്. ഓക്കെ, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? സ്പീഡ് ഇൻക്രീസസ് ബൈ ഈക്വൽ എമൗണ്ട് അല്ലെങ്കിൽ സ്പീഡ് ഡിക്രീസസ് ബൈ ഈക്വൽ എമൗണ്ട്. അതായത് ആദ്യത്തെ മിനിറ്റിൽ 55 km/h പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അടുത്തത് 50 ആവും, അടുത്തത് 45 ആവും, അടുത്തത് 45 കഴിഞ്ഞ് 40, പിന്നെ 35, അങ്ങനെ കൂടുന്ന. താഴോട്ട് വരുന്ന സമയത്ത് വെലോസിറ്റി കൂടുമ്പോൾ എത്രയാ? അതും ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആയിരിക്കും കൂടുന്നത്. എങ്ങനെയാ? ഇപ്പൊ മറ്റേ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് 0 ആവും. 0 ആയി കഴിഞ്ഞാൽ പിന്നെ 5 ആവും, പിന്നെ 10 ആവും, പിന്നെ 15 ആവും. പിന്നെ നിങ്ങൾ ഓരോ ഇൻസ്റ്റന്റിലെ ആക്സിലറേഷൻ v-u/t ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാൻ വേണേ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഇവിടെ നിന്ന് ഞാൻ ഒരു 50 m/s എറിഞ്ഞു. ഇവിടെ വന്നപ്പം അത് 45 ആയി. ഈ ഇൻസ്റ്റന്റിലെ ആക്സിലറേഷൻ എത്രയാ?
എത്രയാ? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എന്താ? v മൈനസ് യു ബൈ ടി ആ. അപ്പം ഫൈനൽ വെലോസിറ്റി 45 മൈനസ് എത്രയാ? 45 മൈനസ് എത്രയാ? 50 ഡിവൈഡ് ബൈ എത്രയാ? ടൈം നമുക്കൊരു ഒരു 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 സെക്കൻഡ് ആണെന്ന് വിചാരിച്ചു. എത്ര? -5/1 എത്രയായിരിക്കും? -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. അടുത്ത എന്താ? ഇവിടെ എത്തുമ്പോഴത്തേക്കും അത് 40 ആവും. അപ്പോഴും എത്ര തന്നെയാ? 40 മൈനസ് 45 ഡിവൈഡ് ബൈ 1 ഒരു സെക്കൻഡ് കൊണ്ടായിരുന്നത്. അപ്പൊ എത്രയാ? അപ്പൊ എത്ര? അപ്പോഴും -5 കണ്ടോ? അപ്പൊ ആക്സിലറേഷൻ എന്തായിരിക്കും? മുകളിലോട്ട് വന്നാലും താഴോട്ട് വന്നാലും, അതായത് മുകളിലോട്ട് പോകുന്ന മോഷനിലും താഴോട്ട്, അതായത് അതാണ് അതിന് മുകളിലോട്ട് പോകുന്ന മോഷനും വെർട്ടിക്കൽ മോഷനാണ്, താഴോട്ട് വരുന്ന മോഷനും വെർട്ടിക്കൽ മോഷനാണ്. അതിൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ഹൊറിസോണ്ടൽ മോഷനിൽ എന്തുവാ കോൺസ്റ്റന്റ്? ഇങ്ങോട്ടേക്ക് പോകുന്നതിനകത്ത് എന്തുവാ കോൺസ്റ്റന്റ്? വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഞാനിപ്പോ ഈ എഴുതിയ വേർഡിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. അനുഷ്ക ഇപ്പോഴാണോ കയറിയത്? എത്ര പേര് ഇവിടെ? അതെ അതെ, ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. രണ്ട് പേജ് വിട്ടിട്ട് ബാക്കി എഴുതിക്കോ. 2 പേജ് വിടുക, ബാക്കി എഴുതുക. ഓക്കെ ഓക്കെ, അടുത്ത ഡോട്ട് ഇടുക. The horizontal component of velocity remains constant throughout motion. അടുത്ത ഡോട്ട്, അത് ഓൾറെഡി പറഞ്ഞു. ഹൊറിസോണ്ടൽ മോഷൻ അത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി വെർട്ടിക്കൽ കമ്പോണന്റ് ചേഞ്ചസ് ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ചേഞ്ചസ് ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്നിട്ട് ഇതൊന്നും ഒരു കാര്യം മാർക്ക് ചെയ്തേക്കുക. വെർട്ടിക്കൽ കമ്പോണന്റ് ഡിക്രീസസ്. ശരിയല്ലേ? മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും എന്താ? വെർട്ടിക്കൽ കമ്പോണന്റ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. പടം വരച്ചപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ വരച്ചത് അല്ലയോ? അല്ലേ? വെർട്ടിക്കൽ കമ്പോണന്റ് ഡിക്രീസസ് ആസ് ദ projectile move up and reaches zero value at the highest point on its trajectory. Comma, at this point projectile only has horizontal component. ആ പോയിന്റിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയായിട്ട് അടുത്ത പോയിന്റ് വേണ്ട, ബാക്കിയായിട്ട് തന്നെ എഴുതിക്കോ. then vertical component changes its direction and increases in downward direction until it reaches ground.
എഴുതി കഴിയാത്തവരുണ്ടെ പറയണേ, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഈ ഡെറിവേഷൻ, ഞാനിപ്പോൾ ഡെറിവേഷൻ പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്കൂളിൽ വലിയ ഡെറിവേഷൻ ആയിട്ടായിരിക്കും തരുന്നത്. അത് വേണ്ട, ഞാൻ ഈ തരുന്ന ചെറിയ ഡെറിവേഷൻ പഠിച്ചാൽ മതി കേട്ടോ. വലിയതായിട്ടായിരിക്കും തരുന്നത്, അത് പഠിക്കണ്ട. ജസ്റ്റ് ഞാൻ ഈ തരുന്ന ഡെറിവേഷൻ മാത്രം പഠിച്ചാൽ മതി. 3 മാർക്കിനായിരിക്കും ചോദ്യം ചെയ്ത് എഴുതി വെച്ചാൽ 3 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ 2 മാർക്കിനായിരിക്കും അത് കിട്ടും. ഓക്കെ, അപ്പം എഴുതിക്കോളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഒരു പ്രൊജക്ടൈൽ മോഷന്റെ മാക്സിമം ഹൈറ്റിനെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഒരു ജാവലിൻ എറിയുന്ന സമയത്ത് ആ ജാവലിന്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ് എച്ച്. അത് എത്ര ദൂരം പോകുന്നു എന്നുള്ളതാണ് അതിന്റെ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് R. ഇവിടെ നിന്ന് പൊങ്ങിയിട്ട് അത് തിരിച്ച് താഴെ ആ ഗ്രൗണ്ട് ലെവലിലേക്ക് വരാൻ വേണ്ടി എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ക്യാപിറ്റൽ ലെറ്റർ T. ഈ 3 എണ്ണത്തിന്റെയും ഡെറിവേഷൻ എന്ത് ചെയ്യണം, നമുക്ക് കണ്ടുപിടിക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ പഠിക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്കുള്ള കമ്പോണന്റിനെ യു കോസ് തീറ്റ എന്നും ഇങ്ങോട്ടേക്കുള്ള ഒരു കമ്പോണന്റിനെ യു സൈൻ തീറ്റ എന്നുമാണ് എടുക്കുന്നത്. അത് ഇവിടെ വരുന്ന സമയത്ത് യു സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. ഇവിടെ യു കോസ് തീറ്റ മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ, അത് എപ്പോഴും ഓർക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡെറിവേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എഴുതിക്കോ ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇത് കഴിഞ്ഞിട്ട് എഴുതേണ്ടത് ഡെറിവേഷൻ ആണ്. 3 ഡെറിവേഷൻ പെട്ടെന്ന് പഠിപ്പിച്ചു തരാം. എഴുതിക്കോ ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം എന്ന് പറഞ്ഞിട്ട് സ്മോൾ ലെറ്റർ ടി അല്ല എടുക്കുന്നത്, ഇതിന് ക്യാപിറ്റൽ ലെറ്റർ ടി ആണ് എടുക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കിന്റെ ടൈം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് സ്മോൾ ലെറ്റർ ടി ആയിട്ടല്ല എടുക്കാം. ഓക്കെ ആണല്ലോ. ടൈം ഓഫ് ഫ്ലൈറ്റ്. ശരിക്കും ഫ്ലൈറ്റ് പോകുന്ന പോലെയല്ലേ പോകുന്നേ? ആണോ? ഇങ്ങനെയാണ് അല്ലേ ടേക്ക് ഓഫ് ചെയ്യുന്നത്, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, അപ്പം നോക്കിക്കോളൂ. അപ്പം നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ ആദ്യം എഴുതണം. ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ ടു return to the same horizontal level, to the same horizontal level. എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് നമ്മുടെ ലെവല് ഇല്ലേ? ഒരു ജാവലിൻ നമ്മൾ ഇവിടുന്ന് എറിഞ്ഞിട്ട് തിരിച്ച് ഇവിടേക്ക് തന്നെ വരാൻ എടുക്കുന്ന ആ ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണ് അതെങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എന്താണ്? കിട്ടില്ല. ഡിസ്പ്ലേസ്മെന്റ്, അത് വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനിഷ്യൽ പോയിന്റ് ആണല്ലോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരു ഹൊറിസോണ്ടൽ ലെവലായിട്ട് എടുക്കാം. അപ്പം ഒരു ബോഡി മുകളിലോട്ട് പോയിട്ട് തിരിച്ച് അതേ ഹൊറിസോണ്ടൽ ലെവലിൽ തന്നെ വരുന്നത്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? എടാ, പോയിട്ട് ഒരേ പോയിന്റിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 0. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് ഈ പോയിന്റ് അല്ലേ, ഇത് തമ്മിൽ. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും, അതാണ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ പോയിട്ട് ഒരേ ലെവലിൽ തന്നെ വരുന്നതുകൊണ്ട് തന്നെ അതിനെ എന്തായിട്ട് എടുക്കാം? പോയിട്ട് ഒരേ പോയിന്റിൽ തന്നെ വരുന്ന രീതിയിൽ തന്നെ എടുക്കാം ഇതിന്റെ കേസ്, അല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് ഇവിടെ. എന്തുവാ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയും ഇതും തമ്മിലുള്ള ദൂരമാണ് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് പോയിട്ട് തന്നെ ഇവിടെ തന്നെ വരുന്നത്, വേണ്ട. അപ്പൊ സെയിം ലെവലിൽ തന്നെ വന്നുകൊണ്ട് എന്താ, അത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്താ? 0 ആണ്. ഓക്കെ ആണല്ലോ? ഇനി വെർട്ടിക്കൽ വെലോസിറ്റി എന്താ? മുകളിലോട്ടുള്ള വെലോസിറ്റി എന്താടാ? യു സൈൻ തീറ്റ ആണ്. ഇവിടെ ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എ എന്താ ഇവിടെ? ഹിയർ എന്താണ്? എ ഈക്വൽ ടു എന്താ? ജി ആണ്. ഓക്കെ, അത് നെഗറ്റീവ് ജി. കാരണം എന്താ നെഗറ്റീവ് ജി എന്ന് പറയാൻ കാരണം എന്താ? ഗ്രാവിറ്റി താഴോട്ടാണ് പോകുന്നത്, നമ്മളിത് മുകളിലോട്ടാണ് അറിയുന്നത്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. പേ ജി ആണ്. എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ശരിയല്ലേ? ഓക്കെ, ഇനി നോക്കിയോ. നമുക്കറിയാം സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ചിട്ട് ബൈ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ബൈ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ നിങ്ങൾ നോക്കിയേ. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണല്ലോ. ഇവിടെ ഈ എസിനെ നമ്മൾ എന്തെന്ന് എടുത്തു? എസിനെ നമുക്ക് ഹൊറിസോണ്ടൽ, ഇത് എസ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, അതിനെ നമ്മൾ ഇവിടെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എടുത്തു.
അതായത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എന്താണ് വെർട്ടിക്കൽ വെലോസിറ്റി ഇൻറ്റു എന്താ ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലയോ ഫ്ലൈറ്റ് പ്ലസ് എന്താ ഹാഫ് എന്താ AT². ഇങ്ങനെ എടുക്കാൻ തൽക്കാലം. ബാക്കി എയും ടിയും നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം അല്ലേ? അപ്പം വെർട്ടിക്കൽ ഡിസ്പ്ലേ ഈ ഇക്വേഷനെ ഇങ്ങോട്ട് ആക്കിയിരിക്കുന്നതേ ഉള്ളൂ, ഇതേപോലെ തന്നെ. ഓക്കെ, അപ്പൊ നോക്കിയോ, ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്താ? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. വെർട്ടിക്കൽ വെലോസിറ്റി എന്താ? u sin θ ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റിന് എന്ത് എടുക്കണമെന്നാ പറഞ്ഞത്? ക്യാപിറ്റൽ T പ്ലസ് ഹാഫ് ഇൻറ്റു ജി എക്ക് എന്ത് എടുക്കണമെന്നാ പറഞ്ഞത്? നെഗറ്റീവ് ജി ഇൻറ്റു ക്യാപിറ്റൽ T ആണല്ലോ. ക്യാപിറ്റൽ ടിയുടെ സ്ക്വയർ AT² ആണല്ലോ. ഓക്കെ, ഇനി അടുത്തതിനകത്ത് 0 ഈസ് ഈക്വൽ ടു u sin θ ഇൻറ്റു ടി. ഈ മൈനസ് നടുക്കോട്ട് വരുമല്ലോ, അപ്പൊ മൈനസ് ഹാഫ് GT² എന്നായി. ആണോ? ഓക്കെ, ഇനി ഈ മൈനസിനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അത് പ്ലസ് ആയി. പ്ലസ് GT² ഈസ് ഈക്വൽ എന്താ? u sin θ ഇൻറ്റു ടി എന്നാണ്. ആണല്ലോ. ഇവിടെ ഈ ടിയും അതേപോലെ തന്നെ ഈ മുകളിൽ ഒരു 2 ടിയും അതിനകത്ത് 2 സ്ക്വയർ അതിനകത്ത് കട്ട് ചെയ്ത് പോയി. ബാക്കി ഇവിടെ എന്തുണ്ട്? ടി. നമുക്ക് ആ ടി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ടി കണ്ടുപിടിക്കാൻ വേണ്ടി ബാക്കിയുള്ള ആളിനെ എല്ലാം എന്ത് ചെയ്യണം? ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകണം. ഈ ജി അപ്പൊ താഴെ വരും, 2 മുകളിൽ പോകും. അപ്പം 2u sin θ ഡിവൈഡഡ് ബൈ ജി. ഇതായിരിക്കും ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഡെറിവേഷൻ, അല്ലെങ്കിൽ ഡെറിവേഷൻ അല്ല, ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. ഇത് നിങ്ങളുടെ സ്കൂളിൽ ചെയ്യിപ്പിക്കുമ്പോൾ വലിയ ഏതാണ്ടൊക്കെയാണെന്ന് പറഞ്ഞിരിക്കും, നമുക്കൊരു 3-4 സ്റ്റെപ്പിൽ തന്നെ ആൻസർ തീർക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ ആണല്ലോ. എഴുതിക്കും, പെട്ടെന്നാണ് ഫാസ്റ്റ്. എഴുതിക്കും. ഞാൻ
ഓക്കെ, എല്ലാവരും എഴുതിയോ? ഓക്കെ, ഇതും കൂടെ എഴുതിക്കും. മാക്സിമം വേർട്ടിക്കൽ ഹൈറ്റ്, അടുത്ത ഡെറിവേഷൻ മാക്സിമം വേർട്ടിക്കൽ ഹൈറ്റ്. അടുത്ത ഡെറിവേഷൻ എഴുതിക്കും, മാക്സിമം വേർട്ടിക്കൽ ഹൈറ്റ്. മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ്. മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ്. മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇത് നമ്മുടെ ഗ്രൗണ്ട് ലെവല്, ഇതാണ് നമ്മുടെ പ്രൊജക്ടൈലിന്റെ മോഷൻ കണ്ടോ, ഇതാണ് മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ്. ഇതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ ആണല്ലോ? അതിനുവേണ്ടി ആദ്യം മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ് എന്താണെന്ന് എഴുതാം. ദ വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ദ highest point vertical height of highest point attained by projectile. Attained by projectile. ഓക്കെ, അപ്പം ഇത് എഴുതുന്ന സമയത്തും ആക്സിലറേഷൻ എന്താ, ആ ഹൈറ്റ് കണ്ടുപിടിക്കുന്ന ആ ഹൈറ്റിൽ അങ്ങോട്ട് മുകളിലോട്ട് പോകുന്നതാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. ഹൈറ്റ് എപ്പോഴും നമ്മൾ താഴെ മുകളിലോട്ടല്ലേ ഇളക്കുന്നേ, ആണോ? ഓക്കെ, അപ്പൊ അത് ഇളക്കുമ്പോഴും ഗ്രാവിറ്റി എന്തായിരിക്കും, ആക്സിലറേഷൻ എന്തായിരിക്കും, നെഗറ്റീവ് ജി ആയിരിക്കും. ഇനി ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് നോക്കി, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എസ് എന്തായിട്ട് എടുക്കാം, നമുക്ക് അതിന്റെ മാക്സിമം ഹൈറ്റ് ആയിട്ട് എടുക്കാം. ആണോ? ഇനി ഇവിടുത്തെ ഇനീഷ്യൽ നമ്മൾ ഹൈറ്റ് അളക്കുമ്പോൾ വെർട്ടിക്കൽ കൺസെപ്റ്റ് ആണ് എല്ലാം നോക്കുന്നത്. വെലോസിറ്റി നോക്കുമ്പോൾ എന്ത് നോക്കും, വെർട്ടിക്കൽ വെലോസിറ്റി നോക്കും. ഡിസ്പ്ലേസ്മെന്റ് നോക്കുമ്പോൾ ഹൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് മുകളിലോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്. എവിടെ നിന്ന് എവിടം വരെയാ പ്രൊജക്ടൈൽ, അതായത് ഇവിടെ നിന്ന് എവിടം വരെ പ്രൊജക്ടൈൽ മൂവ് ചെയ്യുമ്പോഴാണ് മാക്സിമം ഹൈറ്റ് വരുന്നത്, ഇവിടെ നിന്ന് ഇവിടം വരെ. ഓക്കെ, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാ, അതാണ് അവിടുത്തെ വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി നിങ്ങൾ എന്തെടുക്കണം, ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്താ, ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്താ, u sin θ ആണ്. ആണ്. അതേപോലെ തന്നെ അറ്റ് മാക്സിമം പോയിന്റ്, അറ്റ് മാക്സിമം ഹൈറ്റ് വെലോസിറ്റി എന്തായിരിക്കും, വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ആണല്ലോ? അതിനെ നമുക്ക് എന്തെന്ന് എടുക്കാം, ഫൈനൽ വെലോസിറ്റി എന്ന് എടുക്കാം. ശരിയല്ലേ? ആണോ? ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയാൽ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്, we have v square minus u square is equal to എന്താ, 2as. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ v square minus, ഇവിടെ u ന് നമുക്ക് എന്തെടുക്കാം, u ഏതാ, v square minus v square നമുക്ക് എന്താണ് മാക്സിമം ഹൈറ്റില് വെലോസിറ്റി 0 ആ, ഫൈനൽ വെലോസിറ്റി 0, അപ്പൊ v നെ എന്തായിട്ട് എടുക്കാം, 0 മൈനസ് u നെ എന്തായിട്ട് എടുത്തിരിക്കുന്നത്, വേണമെങ്കിൽ ഇവിടെ ഇത് മാർക്ക് ചെയ്തേക്കണേ, ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി u ആയിട്ട് എടുക്കാം. അതായത് അറ്റ് മാക്സിമം ഹൈറ്റ് വെലോസിറ്റി, അതിനെ നമുക്ക് v ആയിട്ട് എടുക്കാം, ഫൈനൽ വെലോസിറ്റി. അത് ജസ്റ്റ് സൈഡിലോട്ട് മാർക്ക് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെങ്ങനെ എടുക്കാം, ഇവിടെ നമുക്ക് u സ്ക്വയർ ആണ്, അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഈസിക്കൽ എന്താ, 2 ഇൻറ്റു എക്ക് പകരം നെഗറ്റീവ് ജി ഇൻറ്റു എത്തിന് പകരം എച്ച് എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ? ഇനി ഈ നെഗറ്റീവും ഓട്ടോമാറ്റിക്കലി ഇപ്പുറത്തെ ഈ നെഗറ്റീവ് അങ്ങ് കട്ട് ചെയ്തു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഈസിക്കൽ എന്താ, 2gh. അതിൽ നമുക്ക് എന്തുവാ വേണ്ടത്, നമുക്ക് h ആ വേണ്ടത്. h വേണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്താൽ മതി, ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ എന്താ, 2g ഈസിക്കൽ എന്താ, h. എടുത്ത് നമുക്ക് എങ്ങനെ എഴുതാം, h ഈസിക്കൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g. ഇതായിരിക്കും നമ്മുടെ h-ന്റെ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക.
ഇത് ഡെറിവേഷൻ ഉറപ്പായിട്ടും ചോദിക്കും. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഡെറിവേഷൻ എപ്പോഴും ചോദിക്കും 100%. പിന്നെ ന്യൂമറിക്കലും ചോദിക്കാം. ഓ ഡയഗ്രാം പ്രൊജക്റ്റൈൽ മോഷന്റെ വരച്ചാണ്. എഴുതിയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ, ഹൊറിസോണ്ടൽ റേഞ്ച്. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഡെറിവേഷൻസ് അങ്ങ് തീരും. അതും കൂടെ എഴുതിക്കോളൂ. ഹൊറിസോണ്ടൽ റേഞ്ച്, അതും കൂടെ എഴുതിക്കോളൂ. ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊജക്റ്റൈലിലെ ഇതാണ് കണ്ടോ, എത്ര റേഞ്ച് പോയി കണ്ടോ, ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം അത് എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ to the point of projection, to the point of projection. എറിയുന്ന ആ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എറിയുന്ന പോയിന്റ് പ്രൊജക്ഷൻ. അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ഡെറിവേഷൻ എന്റെ കൂടെ തന്നെ എഴുതി പൊക്കോണേ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ എന്താ? ടൈം എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? അപ്പൊ അവിടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ എന്താണ്? ടൈം എന്ന് പറയുമ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ശരിയല്ലേ? ആ റേഞ്ച് പോകാൻ എടുക്കുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് അല്ലേ? ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഇവിടെ വന്ന് നമുക്ക് എന്ത് എഴുതാം? ഇനി ഇതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ വെലോസിറ്റി u കോസ് തീറ്റ ആണെന്ന് നമുക്കറിയാം. ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. എന്താ? 2u sin തീറ്റ ഡിവൈഡഡ് ബൈ g ആണ്. ഈസ് ഈക്വൽ ടു എന്താ? നമ്മുടെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ശരിയല്ലേ? ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണോ? ആണ്. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യാന്നറിയാമോ? ഇതിനെ നമ്മൾ ഒരുമിച്ച് എഴുതാൻ പോവാ. അപ്പം ഇവിടെ u ഇൻറ്റു 2u ഉണ്ട്. u സ്ക്വയർ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്തിരുന്നു. ഈസിക്കൽ എന്താ? ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് r. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ചോണം, നോക്കിയോ. നമുക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട് ട്രിഗ്നോമെട്രിക്. നിങ്ങൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 എന്നും കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ 1 എന്നും ഒക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? അതേപോലെ തന്നെ ഒരു ഐഡന്റിറ്റി ആണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത്. അറിയാമോ? സൈൻ 2 തീറ്റ ആയിരിക്കും. അത് വേണമെങ്കിൽ സൈഡിലോട്ട് എഴുതി വെച്ചേക്കാം. അപ്പൊ നമുക്ക് ഇതിനെ എന്തെന്ന് എഴുതാം? സൈൻ 2 തീറ്റ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ r ഈസ് ഈക്വൽ ടു u സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ എന്തായിരിക്കും? g. ഇതായിരിക്കും ഇതിന്റെ. പിന്നെ പഠിക്കാനുണ്ട്, ഈ വർഷം പഠിക്കാനുണ്ട്. സൈൻ 2 തീറ്റ, അതായത് 2 സൈൻ തീറ്റ കോസ് തീറ്റന് അതിന്റെ വാല്യൂ ഉണ്ട്. സൈൻ 2 തീറ്റ അതാ സൈഡിൽ എഴുതിയിടാൻ പറഞ്ഞു.
ചെറുതാക്കാം നോക്കിക്കോളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.